BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ കടുത്ത ആരോപണവുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ദിവ്യ S. അയ്യരെ വിഴിഞ്ഞം തുറമുഖം MD സ്ഥാനത്തു നിന്നും നീക്കിയത് അദാനിക്ക് വേണ്ടിയാണെന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആരോപിക്കുന്നത്. ദിവ്യ S. അയ്യരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ അദാനി അധികൃതർ നീക്കം നടത്തിയെന്നും എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഉറച്ച നിലപാടിൽ ആ നീക്കം നടന്നില്ല. വി. സതീശൻ ചാർജ് എടുത്ത ഉടൻ തന്നെ ദിവ്യ S. അയ്യരെ സ്ഥാനം എന്നാണ് രാഗേഷ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. ചാർട്ടർ വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോയി വി. സതീശൻ അദാനി സംഘത്തെ കണ്ടതിന്റെ ഫലം ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നും രാഗേഷ് വിശദീകരിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ, ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയെ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വെച്ച UDF സർക്കാരും മുഖ്യമന്ത്രി വി. സതീശനുമെതിരെ അതിശക്തമായ ജനരോഷം ഉയരുമെന്നും രാഗേഷ് കുറിപ്പിലൂടെ മുന്നറിയിപ്പ് നൽകി. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ചാർട്ടർ വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോയി വി. സതീശൻ അദാനി സംഘത്തെ കണ്ടതിന്റെ ഫലം ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ധനകാര്യത്തോടൊപ്പം തുറമുഖവും മുഖ്യമന്ത്രി ഏറ്റെടുത്തത് യാദൃശ്ചികമല്ല എന്നിപ്പോൾ വ്യക്തമാകുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ തുറമുഖ വകുപ്പും ഏറ്റെടുത്ത കേരള ചരിത്രത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. മാത്രമല്ല, സ്വന്തം ഓഫീസിലെ സെക്രട്ടറിയെ തന്നെ തുറമുഖ വകുപ്പ് സെക്രട്ടറിയുമാക്കി മണിക്കൂറുകൾക്കകം നിയമിക്കുന്നു. വിഴിഞ്ഞ പോർട്ടിന്റെ വളർച്ചയിൽ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടർ ദിവ്യ S. അയ്യർ IPSനെ രായ്ക്കുരാമാനം സ്ഥലം മാറ്റുന്നു. പകരം വരുന്നതാകട്ടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ചൊന്നും കൃത്യമായി ധാരണയില്ലാത്ത പുതിയൊരാൾ. പോർട്ടിലേക്ക്, വിഴിഞ്ഞം പോർട്ടിലെ വരുമാനം മാറ്റുന്നതിനും ഇത് വഴിവെക്കും. പോർട്ട് വികസനത്തിനായി ഇടപെടുന്ന പൊതുമേഖലാ കമ്പനികളുടെയും വഴിയടക്കും. മാത്രമല്ല, പോർട്ട് അനുബന്ധ വികസനത്തെയും ഇത് ഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ്. ഓഹരി കൈമാറ്റം എംപവർമെന്റ് കമ്മിറ്റി ഇടപെട്ട് പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. ചീഫ് സെക്രട്ടറിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ സ്വന്തം വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് കമ്മിറ്റിയിലുള്ളത്. തുറമുഖ സെക്രട്ടറി എഴുതുന്ന ഫയൽ മുഖ്യമന്ത്രിക്കും തുടർന്ന് ധനമന്ത്രിക്കും വീണ്ടും പരിശോധനയ്ക്ക് നിയമമന്ത്രിക്കും എത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഈ 3 വകുപ്പുകളും ഒരാളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് മറ്റൊരു വിസ്മയം. ചുരുക്കത്തിൽ വി. സതീശന്റെ മനസ്സിലുള്ള പദ്ധതി എംപവേർഡ് കമ്മിറ്റിയിലൂടെ നടപ്പാക്കാനുള്ള തന്ത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇത്തരമൊരു ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്നാണ് കരാർ രേഖകൾ. ഈ ഓഹരി വിൽപ്പനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സതീശൻ തയ്യാറാകുമോ എന്നതും ശക്തമാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ, ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയെ കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ച UDF സർക്കാരും മുഖ്യമന്ത്രി വി. സതീശനുമെതിരെ അതിശക്തമായ ജനരോഷം ഉയരുക തന്നെ ചെയ്യും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.